സത്യം പറഞ്ഞാൽ കൊല്ലംകാരെ പേടിയാ, എന്നെ കൊന്നുകളയുന്നുള്ള പേടിയാ. എൻ്റെ അവസ്ഥ ഇനി ആർക്കും വരരുത്. ഒരു പല്ല് പോയി, ചുണ്ടും കുറവ്. അട്ടപ്പാടിയിൽ മധുവിനെ തല്ലി കൊന്ന പോലെയാണ് ഇവനെ കൊല്ലാൻ ശ്രമിച്ചത്. ഇത്രയും ഈ 10-22 ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇവനെ അടിക്കുന്നത്. ഈ നിൽക്കുന്ന ചേട്ടനാണ് ഇന്നലെ ഉത്സവപ്പറമ്പിൽ വെച്ച് കസാര കൊണ്ട് തലക്കടിച്ചത് അല്ലേ ചേട്ടാ? എന്തായിരുന്നു സംഭവം? ഞാൻ അവിടെ ഗാനമേളയൊക്കെ കമ്മിറ്റി പോയത്, വിഷ്ണുമ്പലത്തിലാണ് പോയത്. അതായത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ പോയി. ആരും കളിക്കാറില്ല. പാട്ട് പാടിയപ്പോൾ ഞാൻ കളിച്ചു പോയി അറിയാതെ. ഉള്ളി കലാബോധം പോലെ കളിച്ചു പോയി. കളിച്ചപ്പോൾ ബാക്കിൽ നിന്ന് കസരമാരെ അടിച്ചു. അത് പ്രതീക്ഷിച്ചില്ല. ഇല്ല, പ്രതീക്ഷിക്കാതെ അടിയാണോ എന്തിനാണോ അടിച്ചെന്ന് തെറ്റൊന്നും ചെയ്തില്ല. എനിക്ക് അത് ഇതുവരെ മനസ്സിലാവില്ല എന്നെ എന്തിനാണ് അടിച്ചത്. വേറെ തെറ്റൊന്നും ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ മാതിരി കാട്ടായച്ചിട്ട് കൂടിപ്പോയി. അല്ലെങ്കിൽ കൊല്ലംകാർക്ക് തല്ലാനും കൊല്ലാനും പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല. എന്തെങ്കിലും പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്ന അവിടെയാണ്. ചെറുതായിട്ട് പപ്പടം വിളമ്പിയില്ല, അങ്ങനെ പറഞ്ഞ് ചെറിയൊരു ചാറിൽ ഗ്രേവി കുറഞ്ഞു പോയി. അങ്ങനെ പറയുവാണെങ്കിൽ കൊല്ലത്തിനെ കുറിച്ച് ഒരുപാട് രീതിയാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കൊല്ലം കണ്ടവനില്ലം വേണ്ട, അങ്ങനെ ചൊല്ലുകളും ധാരാളമുണ്ട്. എന്നാൽ പോലും ഈ കാണിച്ച് വളരെ മോശമായി പോയി. കാര്യം പറഞ്ഞാൽ അയാൾ ഡാൻസ് മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ കസേര വെച്ച് ചെല്ലാൻ എൻ്റെ അവകാശം. ആ മദ്യപം കാണിച്ചതിനേക്കാളും കൂടുതൽ ആക്രമണമാണ് കാണിച്ചത്. ഓടി ഒന്ന് കസേര വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചേട്ടാ എവിടെ നിന്ന് തുള്ളണം, ഞങ്ങൾ ഗാനമേള കാണാൻ നിൽക്കുക, തുള്ളേണ്ട ആവശ്യമില്ല. ആ ചേട്ടൻ മാറി സൈഡിലേക്ക് ഇങ്ങനെ മാറി തുള്ളും. അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കിടന്ന ആൾക്കാർ തുള്ളുകയും ചെയ്യും. അത് പാട്ട് കേട്ടുകൊണ്ടിരുന്ന് തുള്ളുകയും ചെയ്യും. ചിലപ്പോൾ ഡാൻസ് കളിച്ചിട്ടുള്ള ആളെക്കാളും കൂടുതൽ പാട്ട് പറഞ്ഞ ആളെക്കാൾ കൂടുതൽ ഡാൻസ് കളിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ ഇവിടെ ഗാനമേള നടത്തിയപ്പോൾ ഇതുപോലെ സ്റ്റേജിൽ കയറിയിട്ടില്ല, എന്നാലും ഫ്രണ്ടിൽ വന്നു. സ്റ്റേജിൽ കയറാൻ ആരും അനുവദിക്കില്ല, എന്നാൽ എൻ്റെ പുറത്ത് കയറി തുള്ളാം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ സൈഡിലോ ആളുണ്ട്, അവിടെ മാറി തുള്ളിയാൽ മതി. ചേട്ടാ അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ ചിലപ്പോൾ കേട്ടേനെ. ഇത് ഒരു കാരണവുമില്ലാണ്ട് കസേര വെച്ച് മോതക്കിട്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തെണ്ടിത്തരാക്കിയാണ്. അവനെ ശരിക്കും എന്നായാലും ആ പിടിച്ചാണ് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യുന്നു. കൊലക്കുറ്റത്തിന് തന്നെ കേസെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. മാറിയ കസേര പല്ലടിച്ച് പിടിച്ച് എൻ്റെ അമ്മ കണ്ട വിഷമാവും. ആ മനുഷ്യൻ വല്ല കുപ്പിയും പാട്ടയും പറക്കുകയും കണ്ട് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ചെറിയ സ്മോൾ അടിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹം ഗാനമേളയിൽ കയറി ഡാൻസ് കളിച്ചു. വലിയ ബുദ്ധിമുട്ടായിരിക്കും, നമുക്കാണെങ്കിലും ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ കയറി കസേര കൊണ്ട് തല്ലാൻ പറഞ്ഞ ആരാ? അദ്ദേഹം കയറി ചെറുപ്പം ഇറങ്ങി തുള്ളിയെന്നിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെയുള്ളതാണെങ്കിൽ കമ്മിറ്റിക്കാർ ഒന്ന് ഇടപെട്ട് മാറ്റി വിട്ടു.